നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ടീമിൻ്റെ ഗോൾ കീപ്പർ ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഏതാണ്ട് ഉത്തരമായി കഴിഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ. ബെൻഡോയെ കളിപ്പിക്കുമോ എന്നുള്ളതായിരുന്നു ആരാധകരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ചർച്ച. പക്ഷേ ഇപ്പോൾ രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങളിലും കോച്ച് ആലിസൺ ബെക്കറെ തന്നെ കളിപ്പിച്ചിരിക്കുന്നു. കോച്ചിന് വ്യക്തമായിട്ടുള്ള ചില മറുപടികൾ അതിൽ പറയാനുമുണ്ട്. അതിനു മുമ്പ് ആലിസന്റെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയിട്ടുള്ള കളികളുടെ കണക്കുകൾ നമ്മൾ നോക്കിയാൽ 65 മത്സരങ്ങളാണ് അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയിട്ട് കളിച്ചത്. 30 ഗോളുകൾ അദ്ദേഹം കൺസീഡ് ചെയ്തു. പക്ഷെ 117 സേവുകൾ അദ്ദേഹം നടത്തി. അതായത് പെർ ഗെയിം 1.8. 25 ഘട്ടങ്ങൾ, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഘട്ടങ്ങളിൽ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. 80% ബോൾസ്, അദ്ദേഹത്തിന് നേരെ വന്ന ഷോട്ടുകളിൽ 80% അദ്ദേഹം സേവ് ചെയ്തു. 41 മത്സരങ്ങളിൽ അദ്ദേഹം ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടില്ല. അതായത് 63% മത്സരങ്ങളിലും അദ്ദേഹം ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടില്ല. ഇനി ബിൽഡപ്പിൽ ഇപ്പം പഴയ പോലെയല്ലല്ലോ, ഗോൾ കീപ്പർമാർക്കും വലിയ പ്രാധാന്യമുണ്ട്. അവർ പുറകിൽ നിന്ന് കൊടുക്കുന്ന പാസുകൾ നീക്കങ്ങളായിട്ട് മാറാറുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി കൂടി നോക്കണം. 84% പാസിംഗ് ആക്യുറസി. ഒരു കിരീടം അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം നേടിയിട്ടുണ്ട്, 2019 കോപ്പ അമേരിക്ക കിരീടം. സോ ഈ കണക്കുകൾ വളരെ ഇംപ്രസീവാണ്. പിന്നെ സമീപകാലത്ത് വരുന്ന ചില എററുകൾ, അതാണ് അദ്ദേഹത്തെ മാറ്റി ബെൻഡോയെ കളിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൻ്റെ അടിസ്ഥാനം. ഏതായാലും ഇപ്പോൾ കോച്ച് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. ഇന്നത്തെ USMNTക്കെതിരെയുള്ള കളിക്ക് ശേഷം എന്തുകൊണ്ടാണ് ബെൻഡോയെ കളിപ്പിക്കാതെ രണ്ടാമത്തെ ഫ്രണ്ട്ലിയിലും ആലിസനെ കളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ആലിസണും എഡേഴ്സണും കഴിഞ്ഞ നമ്മുടെ കോളപ്പിലേക്ക്, അതായത് മാർച്ച് മാസത്തിലെ കോളപ്പിലേക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ റഫേലിനെയും ലിയോ ജാഡിമിനെയും അന്ന് വിളിച്ചിരുന്നത്. ബെൻഡോക്ക് നമ്മൾ അന്ന് കളിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം നന്നായിട്ട് പ്രകടനം നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആലിസൺ തിരികെ എത്തുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ശരിയായിട്ടുള്ള നടപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ 2 അവസരങ്ങളും കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതൊരു ടെസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയും. താരങ്ങളുടെ പ്രകടനത്തെ ഒന്ന് വിലയിരുത്തുക, അതുമാത്രമാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ താരങ്ങളിലും ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവരെല്ലാവരും ടീമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള താരങ്ങളുമാണ്. ട്രെയിനിങ് നടത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ടീമിൽ ആരെ കളിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടും. സോ അടുത്ത മത്സരത്തിൽ ആരെ കളിപ്പിക്കണം അത് ട്രെയിനിങ് സെഷനുകളിലൂടെയാണ് തീരുമാനിക്കുക. ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും കറക്റ്റായിട്ടുള്ള പ്ലെയർ, ഏറ്റവും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും റൈറ്റ് പ്ലെയറെ കളിക്കളത്തിലേക്ക് ഇറക്കുക, ബെസ്റ്റ് കണ്ടീഷനിൽ അവരിറക്കുക, ഇത് മാത്രമാണ് ചെയ്യാനുള്ളത് എന്നാണ് കോച്ചിൻ്റെ മറുപടി. തീർച്ചയായിട്ടും ഈ ബ്രസീൽ ടീമിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ, അത് ഇങ്ങനെ വമ്പൻ ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ അത്യാവശ്യമാണ്. ആലിസനെ പോലെ 2 വേൾഡ് കപ്പുകൾ അടക്കം കളിച്ചിട്ടുള്ള ഒരു താരം, അദ്ദേഹത്തെ എന്തായാലും കോച്ച് പൂർണ്ണമായിട്ടും അങ്ങ് തഴഞ്ഞ് കളിയില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ കോപ്പയിൽ ബെൻഡോ ആയിരിക്കില്ല, ആലിസൺ തന്നെ ഗോൾ കീപ്പർ ആയേക്കുമെന്ന സൂചനകൾ ഇപ്പോൾ വരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.